സ്റ്റുഡൻസ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് 7th സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫ്രം ട്രേഡ് ടു പവർ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റിലേക്ക് വരുന്ന കുറച്ച് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈസൂർ നാട്ടുരാജ്യത്തിനെ കുറിച്ചിട്ടായിരുന്നു, മൈസൂർ റീജിയനെ കുറിച്ചിട്ട്. ടിപ്പു സുൽത്താനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം മൈസൂർ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ഈ മൈസൂർ കീഴടക്കിയതിന് ശേഷം അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മറാത്ത പ്രദേശങ്ങൾ കീഴടക്കുക എന്നതായിരുന്നു. Subsequently, the company conquered the Marathas, who were the threat to the cotton trade of the British. Soon after, they conquered the princely states of Sindh, Punjab and Awadh. മറാഠികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടം ഉണ്ടാവില്ലേ, കോട്ടൻ്റെ കച്ചവടം, കോട്ടൺ ട്രേഡിന് എന്തായി തടസ്സങ്ങളുണ്ടാക്കി മറാത്തികൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രിട്ടീഷുകാർക്ക് മറാത്തികളോട് ദേഷ്യം വന്നു. ഇതുമൂലം അവരെന്ത് ചെയ്തു, മറാഠി കീഴടക്കാൻ തീരുമാനിച്ചു. താമസിയാതെ സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങൾ എന്നീ റീജിയൻസ് ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ കീഴടക്കി. We have seen that the British conquered the powerful princely states using military force. ഈ മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരെ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. Such states come under the British rule. Certain other princely states were affiliated through treaties and legislations. നാട്ടുരാജ്യങ്ങൾ അതായത് റീജിയൻസിനെ കുറേ ട്രീറ്റി വഴിയും അതുപോലെ തന്നെ ട്രീറ്റി നമ്മൾ പറഞ്ഞ ഓരോ ഉടമ്പടി വഴിയും പിന്നെ സച്ച് സ്റ്റേറ്റ്സ് ആർ അഫിലിയേറ്റഡ് ത്രൂ ട്രീറ്റീസ് ആൻഡ് ലെജിസ്ലേഷൻസ് എന്ന് വെച്ചാൽ നിയമനിർമ്മാണങ്ങൾ, ഓരോ നിയമങ്ങൾ, ഇതും വഴിയാണ് അവരോരോ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. The subsidiary alliance introduced by Lord Wellesley and the doctrine of lapse executed by Lord Dalhousie had important roles in the acquisition of the princely states. അതായത് വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയിട്ടുള്ള സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ലോർഡ് ഡൽഹൌസി കൊണ്ടുവന്നിട്ടുള്ള ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമം എന്നിവ ഈ ഓരോ നാട്ടുരാജ്യത്തെയും ഓരോ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ ഇംഗ്ലീഷുകാരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ഇവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യ 1857, അതായത് 1857 ആ ഒരു കാലയളവിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് കീഴിലുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. ഏകദേശം ഇന്ത്യയിലെ മുക്കാൽ ഭാഗം ആരെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു എന്ന് ഈ മാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. The princely states like Hyderabad, Tanjavur and Indore entered into the subsidiary alliance. അപ്പം നമ്മുടെ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ആ നിയമങ്ങളും അതുപോലെ വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നിട്ടുള്ള ഒരു സബ്സിഡിയറി അലയൻസ്, അതിലൂടെ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ റീജിയൻസും ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. The rulers who signed the subsidiary alliance were assured protection by the company against invasions and internal revolts. കൂടാതെ however the actual administrative power of the states were with the representative of the company. അതായത് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള സബ്സിഡിയറി അലയൻസ്, അതിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടത്തിയത് ഈ കമ്പനീൻ്റെ ആൾക്കാരായിരുന്നു. അതായത് പിന്നെ ഇത്രയും പ്രദേശങ്ങളുടെ ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത് ആരുടെ കീഴിലാണെന്ന് പറഞ്ഞത്? ഇംഗ്ലീഷുകാരുടെ കീഴിലാണ്. Lord Dalhousie introduced the policy of doctrine of lapse. As per the policy, when the ruler of a princely state died without a male heir, the British could annex the state with the British India. അതായത് പുരുഷന്മാരായിട്ടുള്ള അനന്തരാവകാശികളില്ലാത്ത റീജിയൻസ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരിക്കാം.
അതായത് ഇപ്പോൾ ഓരോ രാജാക്കന്മാർക്ക് ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും ജനിക്കുന്നത്. ആൺകുട്ടികളില്ലാത്ത രാജാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ ഈ നാട്ടുരാജാക്കന്മാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക മീൻസ് ദത്തെടുത്തിട്ട് പിന്നീട് ആ ഒരു രാജ്യം ആ കുട്ടിയിലൂടെ ഭരണം നടത്തുന്നതായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്. അപ്പം നിലവിൽ അവർക്ക് എന്താണ് രാജാധികാരം, ഈ രാജാവിൻ്റെ സ്ഥാനം ലഭിച്ചിരുന്നു. ഇപ്പം കുട്ടികളില്ലാത്ത രാജാക്കന്മാരാണെങ്കിൽ അവർക്ക് ഒരു ആൺകുട്ടിയെ അഡോപ്റ്റ് ചെയ്തിട്ട് ദത്തെടുത്തിട്ട് പിന്നീട് ആ രാജാവിന് ശേഷം മരണശേഷം പിന്നീട് ആ കുട്ടി രാജാവായിട്ട് ആ രാജ്യം ഭരിക്കുക എന്നുള്ളൊരു നിയമമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഈ ഒരു പുരുഷ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു പുരുഷ അനന്തരാവകാശി എന്ന് പറയുന്നത് ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ ഈ നിയമത്തിലുണ്ടായിരുന്നു. അതായത് ഒരു പ്രത്യേക അനന്തരാവകാശി, പ്രത്യേക രാജാക്കന്മാർ ഇനി അടുത്ത രാജാവ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയോട് എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു. The British adopted different strategies to annex the princely states. Discuss the statement and prepare a note. അതായത് നിങ്ങൾക്ക് ഉള്ള ഒരു വർക്കാണത്. ഇത് എനിക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് തരണം. നാട്ടുരാജ്യങ്ങളെ, റീജിയൻസിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടൊരു കുറിപ്പ് തയ്യാറാക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ പറയാം? നാട്ടുരാജ്യങ്ങൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ടിപ്പു സുൽത്താൻ്റെ മൈസൂർ കീഴടക്കിയത് വേറെ രീതിയിലായിരുന്നു. അതുപോലെ തന്നെ മറാത്ത കീഴടക്കിയത് ഇംഗ്ലീഷുകാർ വേറെ രീതിയിലായിരുന്നു. അങ്ങനെ പിന്നെന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്താവകാശ നിരോധന നിയമം നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ കൂടി ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. Almost all of the India came under the British rule by 1857 and unfeigned administration was implemented in British India. 1857 ആയപ്പോഴേക്കും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാരുടെ കീഴിലായി. ഈ ബ്രിട്ടീഷിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പ്രദേശങ്ങളിൽ അവരെന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റഡ് ദ അൺഫീഡ് അഡ്മിനിസ്ട്രേഷൻ. അൺഫീഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഏകീകൃത ഭരണം എന്നാണ് ഇതിൻ്റെ മലയാളം. അതെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ നടപ്പിലാക്കുക എവിടെ? ഇന്ത്യയിൽ. അതാണ് ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. മൈൽ സ്റ്റോൺസ് ടു പവർ, കമ്പനി അധികാരത്തിലേക്ക്. അപ്പം വാർ വഴി, യുദ്ധങ്ങൾ വഴി നടന്നിട്ടുള്ളതാണ്. ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സാർ, ബംഗാൾ. ആംഗ്ലോ മൈസൂർ വാർസ്, അതുവഴി മലബാറും കൂർഗും ഒക്കെ ആരുടെ കീഴിലായി? ബ്രിട്ടീഷുകാരുടെ കീഴിലായി. മറാത്ത യുദ്ധം വഴി മറാത്ത ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമങ്ങൾ. ഈ നിയമങ്ങൾ വഴിയാണ് കുറേ ഇന്ത്യയിലെ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലായത്. സബ്സിഡിയറി അലയൻസ് വഴി ഹൈദരാബാദും തഞ്ചാവൂരും ഇൻഡോറൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ആ ഒരു നിയമം വഴി ഝാൻസി, സത്താറ, നാഗ്പൂർ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി. മൊത്തത്തിൽ പറയുന്നത് ഇംപ്ലിമെൻറ്റഡ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കോൺകേർഡ് ഏരിയാസ്. ബ്രിട്ടീഷുകാർ കീഴടക്കിയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള ഓരോ ഭരണ സംവിധാനങ്ങൾ, റൂൾസാണ് നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്.